ഇന്ന് ഭാരതസഭ തൃശ്ശൂരുകാരാലാണ് നയിക്കപ്പെടുന്നത്. CBCയുടെ പ്രസിഡന്റ് അഭിവന്യമാർ ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. സീറോ മലബാർ സഭയുടെ തലവൻ അഭിവന്യമാർ റാഫേൽ തട്ടേൽ പിതാവാണ്. നല്ല ദൈവശാസ്ത്രജ്ഞനായ അഭിവന്യമാർ ടോണി നീലങ്കാവ് പിതാവ് ഊർജ്ജസ്വലതയോടെ LRCയുടെ കാര്യങ്ങളെല്ലാം നടത്തി രൂപതയെയും ഒപ്പം നയിക്കുന്നതിന് സഹായിച്ച് മുന്നേറുന്നു. ആത്മീയ പന്ഥാവിലൂടെ കേരളത്തിൽ 2 പ്രമുഖ രൂപതകളെ നയിച്ച അഭിവന്യ മാർ ജേക്കബ് തുങ്കുഴി പിതാവ് മധ്യയുണ്ട്. എങ്ങനെയോ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ തൃശ്ശൂർ ഇന്ന് കത്തോലിക്ക സഭയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ അയൽ രൂപതയായ കോതമംഗലം രൂപതയുടെ അഭിവന്യമാർ ജോർജ് മർത്തിക്കണ്ണൻ പിതാവിൻ്റെയും കോതമംഗലം രൂപത കുടുംബത്തിൻ്റെയും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഈ അതിരൂപതാ ദിനം ആഘോഷിക്കുന്ന ദിവസം അഭിവന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവിനും ജേക്കബ് പിതാവിനും ടോണി പിതാവിനും നിങ്ങൾക്കേവർക്കും തംസപ്പോട് കൂടി ആശംസിക്കുകയാണ്. ഒപ്പം ഇവിടെ ഈ കൊട്ടേക്കാട് ഇടവകയിലെ വികാരിയച്ഛനും ഈ അതിരൂപത ഭാരവാഹികൾക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. എത്ര മനോഹരമായിട്ട് 137 നസ്രാണി സ്ത്രീകൾ അവിടെ പൈതൃക വസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകളെ പള്ളിയിലേക്ക് സ്വീകരിച്ച് അതിനുശേഷം പൈതൃക പാരമ്പര്യ പശ്ചാത്തലത്തിൽ ഈ ഇടവക രൂപതാ ദിന ആഘോഷങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂർ അതിരൂപതയ്ക്ക് നേട്ടങ്ങളുണ്ടായത് എന്ന് ചിന്ത വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ വന്നത് തോമസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ച 3 സ്ഥലങ്ങൾ 1887 തൃശ്ശൂർ വികാരിയത്തിൽ സ്ഥാപിച്ചപ്പോൾ തോമസ് ശ്ലീഹ പ്രസംഗിച്ച 3 സ്ഥലങ്ങൾ ആ വികാരത്തിൻ്റെ കീഴിലായിരുന്നു എന്നതാണ്. 1 പാലയൂരാണ്, 2 കൊടുങ്ങല്ലൂരാണ്, 3 പറവൂരാണ്. പെരിയാറിൻ്റെ തെക്കൻ കൈവഴി ഒഴുകുന്ന ആലങ്ങാട് പറവൂർ കുഴിപ്പൊഴുകുന്ന അതായിരുന്നു അതിർത്തി. പറവൂരും കൊടുങ്ങല്ലൂരും ഒപ്പം പാലയൂരും 3 തോമസ് ശ്ലീഹയോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും ദേവാലയങ്ങളും ഈ അന്ന് വികാരിയത്തെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ കീഴിൽ വരികയുണ്ടായി. അവിടെ നിന്നുള്ള ക്രൈസ്തവരാണ് ഇന്ന് അതിരൂപതയിലുള്ള ഏറെ പേരും പിന്നെ തെക്കൻ ജില്ലകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന കുറച്ച് പേരും എന്ന് പറഞ്ഞാൽ തോമസ് ശ്ലീഹയുടെ പാരമ്പര്യത്തിൽ ആരംഭിച്ച ഒരു പൈതൃകമാണ് ഈ തൃശ്ശൂർ അതിരൂപതയുടെ എന്നതാണ്. ഈ കൊട്ടേക്കാടും ഇതിനടുത്തുള്ള അർത്താട്ടുകുന്നങ്ങളും അല്ലെങ്കിൽ മറ്റവും ഏനമ്മാവും ഒക്കെ ഈ പാലയൂരിൽ നിന്ന് വന്ന ക്രൈസ്തവരുടെ സാന്നിധ്യം കൊണ്ട് വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായതാണ്. ഈ പാലയൂരിൽ തന്നെയാണ് പാലയിലേക്ക് കുടിയേറിയ ക്രൈസ്തവരെത്തിയത്. അവിടെ നമ്മുടെ ഞള്ളക്കാട്ട് അച്ഛൻ്റെയൊക്കെ കുടുംബം ഇവിടെ നിന്ന് കുടിയേറിയതാണ്. അതുപോലെ തന്നെ കുറവിലങ്ങാട് കുടുംബങ്ങൾ കാളികാവ്, പകലോമറ്റം, ശങ്കുരിക്ക തുടങ്ങിയ കുടുംബവും പോയത് ഈ പാലയൂരിൽ നിന്നാണ്. ഇത് പറയാൻ കാരണം ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റും നടന്ന വലിയ ഒരു വിശ്വാസ തുടക്കത്തെക്കുറിച്ച് അവിടെ നിന്നൊഴുകിയ ഈ വിശ്വാസ പ്രവാഹത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ 3 സ്ഥലങ്ങൾ പഴയ റോമൻ കച്ചവട കേന്ദ്രങ്ങളും കൂടി ആയിരുന്നു എന്നുള്ളതാണ്. പാലയൂരിന് തൊട്ടടുത്താണ് റോമൻ കച്ചവടക്കാർ കുരുമുളക് വാങ്ങാൻ വേണ്ടി വന്ന ടിൻഡീസ് എന്ന് വിളിച്ചിരുന്ന സ്ഥലം. അത് പൊന്നാനിയാണ്, ഭാരതപ്പുഴയോട് വന്ന് ചേരുന്ന സ്ഥലം. ടിൻഡീസിലെ കച്ചവടത്തിനാണ് വരുന്ന റോമൻ കച്ചവടക്കാർ കുരുമുളക് കൊണ്ടുപോയിരുന്നത്. ഭാരതപ്പുഴയോട് ഒഴുകി വന്ന കുരുമുളക് ചരക്കുകളുമാണ്. കൊടുങ്ങല്ലൂർ മുസൂരീസ് എന്നറിയപ്പെടുന്ന തുറമുഖ കേന്ദ്രമായിരുന്നു. ഒപ്പം പറവൂര് പട്ടണം എന്ന് ഇപ്പോൾ അടുത്ത നാളിൽ ഗവേഷണം നടത്തി ആർക്കിയോളജി എക്സ്കവേഷൻ നടത്തി കണ്ടെത്തിയ സ്ഥലമാണ്. ഈ 3 സ്ഥലങ്ങളിൽ പറവൂര് 1896 എറണാകുളം വികാരിയത്തെ സ്ഥാപിച്ചപ്പോൾ എറണാകുളത്തിൻ്റെ ഭാഗമായി. കൊടുങ്ങല്ലൂർ 1978 ഇരിഞ്ഞാലക്കുട തുടങ്ങിയപ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ ഭാഗമായി. പക്ഷേ അവിടെ നിന്ന് ക്രൈസ്തവരുടെ സാന്നിധ്യം
ഈ തൃശ്ശൂർ അതിരൂപതയെ മെനയുന്നതിന് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. പാലിയിരുന്നു വന്ന ക്രൈസ്തവരോടൊപ്പം ചേർത്ത് ഏകദേശം AD 300 കൂടി അമ്പഴക്കാട് ഒരു ക്രൈസ്തവ ദേവാലയം അല്ലെങ്കിൽ ക്രൈസ്തവ പ്രാർത്ഥനാലയം ആരംഭിച്ചതായി നമ്മൾ പല രേഖകളിൽ, പഴയ രേഖകളിൽ കാണുന്നുണ്ട്. അതിനടുത്ത കാലം AD 400 പുതുക്കാട് ഒരു പ്രാർത്ഥനാലയം ഉണ്ടായത് കാണുന്നു. ഇന്ന് കാണുന്ന ദേവാലയം അല്ലെങ്കിലും ക്രൈസ്തവ സാന്നിധ്യം കടൽ തീരത്താണ് തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ചതിൽ 6 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് കൂടി അല്പം കൂടി ഉൾപ്രദേശത്തിലേക്ക് ക്രൈസ്തവർ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറിയതിൻ്റെ ഭാഗമായിട്ട് ക്രൈസ്തവ സാന്നിധ്യം ഉൾപ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അമ്പഴക്കാടും പുതുക്കാടും 4-ാം നൂറ്റാണ്ടോടെ ഉണ്ടാകുന്നു. പുത്തൻചിറയും 400 കൂടി ഉണ്ടാകുന്നു. അകപ്പറമ്പ് 450-ലും അങ്കമാലി 450-ലുമാണ്. മറ്റം, തൊട്ടടുത്തുള്ള മറ്റം, ഏനമ്മാവ്, ഇതെല്ലാം പാലിയിൽ നിന്ന് ക്രൈസ്തവ സാന്നിധ്യം കൊണ്ട് അവിടെ രൂപപ്പെട്ടു വന്ന വിശ്വാസ സാന്നിധ്യങ്ങളാണ്. അന്നാട്ട് കുന്നംകുളവും മൂഴിക്കുളം 7-ാം നൂറ്റാണ്ടിലുണ്ടായി. മഞ്ഞപ്പുറ 943-ലാണ്. അത് ചാലക്കുടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നവരാണ്. പഴുവിൽ 960-ൽ, കൊട്ടേക്കാടിൽ 1000-ലാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ 1024 വർഷത്തിൻ്റെ ആഘോഷം നിറവിലിരിക്കുന്ന ഈ ഇടവകയിലാണ് ഈ അതിരൂപത ദിനം ആഘോഷിക്കുന്നത് എന്നത് ഇവിടുത്തെ ഇടവകാംഗങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത കാര്യമാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അത് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. കുന്നംകുളം 1000 AD-യിലുള്ളതാണ്. കൊരട്ടി കോടശ്ശേരി കർത്താക്കന്മാരുടെ കീഴിലുള്ളത്. കൊരട്ടി 1381-ലാണ്. മങ്ങാട്ട് കൈമൾമാരുടെ കീഴിലുണ്ടായിരുന്ന ആലങ്ങാട് 1300-ലാണ്. എന്ന് പറഞ്ഞ് തോമാസ് ലീഹ സ്ഥാപിച്ച ഇടങ്ങളിൽ നിന്ന് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളിലേക്ക് മാറിയ ക്രൈസ്തവരെ കൃഷി മാത്രമല്ല നടത്തിയത്, ഒപ്പം അവരുടെ വിശ്വാസം സ്ഥിരീകരിക്കാനും അത് ആഘോഷിക്കാനുമായിട്ട് അവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചുവെന്നും അത് പിന്നീട് വളർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങളായി ഈ സ്ഥലങ്ങളിൽ മാറി എന്നുമുള്ളതാണ്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ തൃശ്ശൂരിനെക്കാളും ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള താഴേക്കാട് എന്ന് പറയുന്ന പള്ളിയുടെ മുന്നിൽ അതിൽ കടന്നു പോയിട്ടുള്ള കണ്ടുണ്ടാകാം വലിയൊരു കരിങ്കൽ ശില കാണും. ശില ശാസനം അത് 1024 രാജസിംഹൻ രാജാവ് കുത്തിവെക്കാൻ കൽപ്പനയിട്ടിട്ട് കുത്തിവെച്ചതാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് 2 ക്രൈസ്തവ കച്ചവടക്കാർ, ഇരുവിചാത്തൻ, ചാത്തൻപിടുകൻ എന്ന് 2 മണിഗ്രാമ ക്രൈസ്തവ കച്ചവടക്കാർ അങ്ങാടി തുടങ്ങുന്നതിനായി രാജസമക്ഷം അപേക്ഷിച്ച അഭ്യർത്ഥന മാനിച്ചിട്ട് ആ അങ്ങാടി തുടങ്ങാൻ വേണ്ടി അനുവദിച്ചുള്ള കൽപ്പനയാണ് കല്ല് കൊത്തിവെച്ചിരിക്കുന്നത് പഴയ വട്ടെഴുത്തിൽ. എന്ന് പറഞ്ഞ് കൃഷിക്കായി ഒരു വിഭാഗം ക്രൈസ്തവർ നീങ്ങിയപ്പോൾ മറ്റൊരു വിഭാഗം ക്രൈസ്തവർ കച്ചവടത്തിനായി നീങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ പള്ളികളുടെയും മുമ്പാകെ ഒരു അങ്ങാടി കാണാം. പള്ളി ഇവിടെയാണ്. കുറച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു കുരിശുണ്ട്, അതിന് ചുറ്റിയാണ് അങ്ങാടി. ആ കുരിശിന് ചുറ്റിയാണ് പ്രദക്ഷിണങ്ങൾ, അതിനെ ചുറ്റിയാണ് നേർച്ചകൾ, അതിനെ ചുറ്റിയാണ് മുട്ടിലിഴയലെല്ലാം. കാരണം അങ്ങാടി എന്ന് പറയുന്ന ഇടം കച്ചവടത്തിന് മാത്രമുള്ള സ്ഥലങ്ങളല്ല, ഒപ്പം ദേവാലയത്തെ നിലനിർത്തുന്ന ധനം കൂടി ഒഴുകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ആത്മീയ ആവശ്യങ്ങൾ നടന്നിരുന്നത് എന്ന് കൂടി പറയാനാണ് ഞാൻ ആശിച്ചത്. അപ്പോൾ പെരിയാറിൻ്റെ തെക്കൻ കൈ വഴിയോട്ട് ആലങ്ങാട്, അങ്കമാലി, അകപ്പറമ്പ്, മൂഴിക്കുളം, മലയാറ്റ് തുടങ്ങിയുള്ള സ്ഥലങ്ങൾ 1887 തൃശ്ശൂർ വികാരി തുടങ്ങുമ്പോൾ തൃശ്ശൂർ വികാരത്തിന് കീഴിലായിരുന്നെങ്കിൽ എറണാകുളം വികാരി തുടങ്ങിയപ്പോഴത്തേക്കും അതിലേറെയും എറണാകുളത്തേക്ക് അടർന്നു പോയി. തൃശ്ശൂരിന് പ്രാധാന്യം കിട്ടുന്ന 1670 കൂടിയാണ് രാമവർമ്മ രാജാവ് തൃശ്ശൂരിലേക്ക് താമസം മാറ്റി. ഡച്ചുകാർ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് 1740 താമസം നടത്തുന്ന കാണാം. പിന്നീട് 1663 വൈപ്പിൻകോട്ടുണ്ടായിരുന്ന ഈ ഈശോ സഭക്കാരുടെ സെമിനാരി ഡച്ചുകാർ ആക്രമിച്ചപ്പോൾ പോർട്ടീസുകാരെ അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ആ സെമിനാരി പൊളിച്ചു കളഞ്ഞു. അവർ അമ്പഴക്കാട്ടേക്ക് പോന്നു 1663. ഇപ്പം കൊച്ചിയിലുള്ള മാതൃ ദേവൂസ് കോളേജിലെ ജെസ്യൂട്ട്സും കൂടെ വന്നു. ഈ അമ്പഴക്കാട്ട് വന്ന ഈശോ സഭക്കാരിൽ ഏറെ പേരും ഡച്ചുകാരുടെ സ്നേഹിതരായിരിക്കണമെന്ന് ഡച്ചുകാർ നിർബന്ധം പിടിക്കുകയുണ്ടായി. അവിടെ വന്നതിലേറെ പേരും ജർമ്മൻകാരാണ്. ആ ജർമ്മൻകാരിൽ 1-2 പേരുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒന്ന് ജേക്കബ് ഹൗസ്ഗേക്കറാണ്, 2 കോൺസ്റ്റാൻഷ്യ ബെക്ഷിയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ
ഇന്ത്യനൈസേഷൻ നടത്തുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ ബഷി, 3 ഫാദർ ജോസഫ് സ്റ്റെഫാൻ ബ്രേമർ, ജൊഹാനസ് ക്രോണിങ്, പിന്നെ അർണോസ് പാതിരി. ഇങ്ങനെ ഈ വന്നവർ ഏറെ പേരും ജർമ്മൻകാരാണ്. എന്തിനാണ് ജർമ്മൻകാരുടെ പേരിനെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ച് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ബാങ്കിങ് വിപ്ലവം ഇറ്റലിയിലും ജർമ്മനിയിലും ആരംഭിക്കുന്നത് ഈ ഡബിൾ എൻട്രി വരവും ചെലവും എഴുതുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ആരംഭിച്ചു കൂടിയാണ്. ഈ അക്കൗണ്ടിങ് സിസ്റ്റം നടപ്പിലാക്കിയ ഇടമാണ് ഈ അമ്പഴക്കാട് സെമിനാരി എന്നുള്ളത്. ഈ ജർമ്മൻകാരുടെ സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യം അവിടെ കച്ചവടത്തിന് വരികയും വിപണനത്തിന് വരികയും ചെയ്ത് നസ്രാണി ക്രൈസ്തവരിലേക്ക് പതുക്കെ വ്യാപിക്കുകയുണ്ടായി. ഒപ്പം അവിടെ പഠിക്കാൻ വന്നിരിക്കും വ്യാപിക്കുകയുണ്ടായി. ഈ അക്കൗണ്ടിങ് സിസ്റ്റം അമ്പഴക്കാടിന് ചുറ്റും വ്യാപിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇതിൻ്റെ സ്വാധീനം പിന്നീട് നമുക്ക് കാണാം. ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇവിടെയൊക്കെ ക്രൈസ്തവ സാന്നിധ്യം വന്നതോടുകൂടി പുതിയ പുതിയ സാമ്പത്തിക പ്രക്രിയകൾ, രീതികൾ, സാധ്യതകൾ ഒക്കെ വ്യക്തമാക്കുന്ന സ്വാധീനമുണ്ടാവുകയാണ് എന്ന് പറയാനുകൂടിയാണ്. കൊരട്ടി എന്ന കോടശ്ശേരി കൈമളുടെ കീഴിലാണ്, മുറിയനാട് എന്ന് പറയുന്ന നമ്പ്യാരുടെ കീഴിലാണ് ഇന്നത്തെ ഇരിഞ്ഞാലക്കുട, മാപ്രാണം കൈമളുടെ കീഴിലാണ് മാപ്രാണം പ്രദേശം, ഐനിക്കൂർ നമ്പ്യാരുടെ കീഴിലാണ് ഇന്നത്തെ കുന്നംകുളം തുടങ്ങിയ പ്രദേശങ്ങൾ. തലാപ്പള്ളി രാജാക്കന്മാരിൽ പലരുമായിരുന്നു ഇവരെല്ലാം. അപ്പോൾ കൊച്ചി രാജാവിന് അന്ന് ആകമാനം നിയന്ത്രണമുണ്ടായിരുന്ന സ്ഥലം വണ്ണേരി, പൊന്നാനിക്കടുത്തുള്ള വണ്ണേരി, ചേലക്കര, തൃശ്ശൂർ ഈ പട്ടണം, പിന്നീട് മുരിങ്ങൂർ അല്പസ്ഥലം, പിന്നെ പള്ളൂരെത്തി, പിന്നീട് കൊച്ചിയാണ്. അതിനിടയ്ക്ക് പല നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. 1790 ശക്തൻ തമ്പുരാൻ അധികാരമേറ്റപ്പോൾ ഈ നാട്ടു രാജാക്കന്മാരെല്ലാം തോൽപ്പിച്ചിട്ട് അതെല്ലാം ഒരു ഏക രാഷ്ട്രത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു, കൊച്ചിൻ രാഷ്ട്രത്തിൻ്റെ കീഴിൽ. അപ്പോൾ ഫോർട്ട് കൊച്ചി തൊട്ട് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മട്ടാഞ്ചേരി തൊട്ട് വണ്ണേരി വരെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരു ഏക രാജാവിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു അധികാര ഘടന ഈ ശക്തൻ തമ്പുരാൻ 1790 നടത്തിയ നിരന്തരമായ യുദ്ധ പരമ്പരകളുടെ ഫലമായിട്ടുണ്ടായി. അങ്ങനെ ഈ കൈമൾമാരുടെയും കർത്താക്കന്മാരുടെയും കയ്യിൽ നിന്ന് കണ്ടുകിട്ടിയ ഭൂമിയെല്ലാം അത് പണ്ടാരവക ഭൂമിയായിട്ട് രാഷ്ട്രത്തിലേക്ക്, സ്റ്റേറ്റിലേക്ക് കണ്ടുകിട്ടുകയുണ്ടായി. ഈ പണ്ടാരവക ഭൂമിയെല്ലാം കാട് പിടിച്ച് കടന്നു. അങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങളെല്ലാം കുറേ കഴിഞ്ഞപ്പോൾ ക്രൈസ്തവർ പല ഭാഗങ്ങളിലേക്കും കാട് വെട്ടിത്തെളിച്ച് കടന്നു വന്ന് കൃഷിയൊക്കെ ആക്കാൻ ശ്രമിക്കുകയുണ്ടായി. ശക്തൻ തമ്പുരാൻ 1790 ചെയ്തൊരു കാര്യം, കൊച്ചിയിൽ അദ്ദേഹത്തിന് കച്ചവടം ചെയ്യാൻ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിന് എതിരാണ് കൊങ്കണികൾ, ഒപ്പം അവിടുത്തെ ഇൻഡോ പോർട്ടുഗീസ് വംശജരും എതിരാണ് എന്ന് കണ്ടിട്ട്, ഡച്ചുകാരും എതിരാണെന്ന് കണ്ടിട്ട് അദ്ദേഹം തമിഴ് പട്ടന്മാരുടെ സഹായം തേടി, നസ്രാണി ക്രൈസ്തവരുടെ സഹായം തേടി തൃശ്ശൂർക്ക് വരികയാണ്. അങ്ങ് ഈ അമ്പഴക്കാട് നിന്ന് വ്യാപിച്ച ഒരു എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക സംരംഭങ്ങളുടെ ഒരു പരിചയമുണ്ട്, സംരംഭക പാരമ്പര്യമുണ്ട്. അമ്പഴക്കാട് സെമിനാരിൽ നിന്നും ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ട്രഡീഷൻ വഴി വ്യാപിച്ച ഒരു അക്കൗണ്ടിങ് സിസ്റ്റവും സംരംഭ പാരമ്പര്യവും കിട്ടി ശക്തരായ ചില കുടുംബങ്ങളെ ഇരിഞ്ഞാലക്കുട, ഒല്ലൂര്, ചാലക്കുടി, കുന്നംകുളം, തൃശ്ശൂർ ഭാഗങ്ങളിൽ താമസിപ്പിക്കുകയും അവരെ കച്ചവടം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഈ അങ്ങാടികളെല്ലാം നസ്രാണി ക്രൈസ്തവരുടെ കീഴിൽ വരികയുണ്ടായി. അപ്പോൾ ഡച്ചുകാരെ തോൽപ്പിക്കാൻ വേണ്ടി, കച്ചവടം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാർക്ക് പിന്തുണയായിട്ടുണ്ടായിരുന്നത് കൊങ്കണികളും പോർച്ചുഗീസ് വംശജരുമാണ് കൊച്ചിയിലുണ്ടായിരുന്നത്. അതിന് ബദലായിട്ട് നസ്രാണി ക്രൈസ്തവരെയും തമിഴ് പട്ടന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കച്ചവട ശൃംഖല തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. എന്നിട്ട് അരണ്ണാട്ടുകരയിൽ നിന്ന് അദ്ദേഹം കപ്പൽ ഒമാനിലേക്കും ഖത്തറിലേക്കും അയച്ചു എന്നാണ് രേഖയിൽ പറയുന്നത്. അന്ന് ഒരു ചെറിയ തുറമുഖമായിട്ട് വികസിപ്പിച്ചെടുത്ത് അരണ്ണാട്ടുകരയിൽ നിന്ന് കപ്പൽ അയക്കാനായിട്ട്, ചരക്കുകൾ അയക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ഈ നസ്രാണി ക്രൈസ്തവരാണ്. ഞാൻ സൂചിപ്പിച്ച് എങ്ങനെയാണ് ഈ പ്രദേശങ്ങൾ വളരെ വേഗം ഒരു പുതിയ സംരംഭക സംസ്കാരത്തിലേക്ക്, കച്ചവട സംസ്കാരത്തിലേക്ക്, പുതിയ ദിശയിലേക്ക് മാറിയെന്നാണ്. ഈ കച്ചവട സാധ്യതകൾ നൽകിയത് കൂടുതൽ ഉൽപാദന പ്രക്രിയ ഉൾപ്രദേശങ്ങൾ നടക്കണമെന്നുള്ളതാണ്. അങ്ങനെ കാട് വെട്ടിത്തെളിച്ച് പണ്ടാരവക ഭൂമിയിലേക്ക് കയറിയവർ ക്രമേണ കുരിശു നാട്ടി പല പല ഉൾപ്രദേശങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ പള്ളികൾ സ്ഥാപിച്ച ഒന്ന് മുല്ലശ്ശേരി 1854, എങ്ങാണ്ടിയൂർ 1856, കണ്ടന്നൂർ 1856, ചേർപ്പ് 1875, എരനല്ലൂർ 1861, ചെങ്ങാലൂർ 1870, മുണ്ടൂർ 1871, ചിറ്റാളയം 1871,
കല്ലൂർ 1874, പുതുശ്ശേരി 1875, വരന്തരപ്പള്ളി 1875, അയ്യന്തോൾ 1876, പാവർട്ടി 1877, തിരൂർ 1878, അരിമ്പൂർ 1881, കാഞ്ഞാഴി 1882, വൈലത്തൂർ 1882, എടക്കുളം 1882, പുറത്തൂർ 1886, ചുവന്നൂർ 1892, എരുമപ്പെട്ടി 1893, പേരമംഗലം 1894, മണലൂർ 1894, വാടാനപ്പള്ളി 1894. ഞാൻ സൂചിപ്പിച്ച് വളരെ വേഗം ഉൾപ്രദേശത്ത് നീങ്ങിയ ക്രൈസ്തവര് പണ്ടാരവക ഭൂമിയിലെ കാട് വെട്ടി തെളിച്ച് കൃഷിയോഗ്യമായി സ്ഥലങ്ങൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിച്ച ചരക്കുകൾ വളരെ വേഗം അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയതോടുകൂടി ഈ പ്രദേശങ്ങളിലെ ക്രൈസ്തവർ താരതമ്യേന സമ്പദ് ഘടനയിൽ മെച്ചപ്പെട്ടവരെ മാറി എന്നുള്ളതാണ്. 1887 തൃശ്ശൂർ വികാരിത്ത് തുടങ്ങുമ്പോൾ ശൂന്യതയിലല്ല തുടങ്ങിയത്. ഇങ്ങനെ സാമ്പത്തികമായി ഉത്തേജിപ്പിക്കപ്പെട്ട, സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ മധ്യയാണ് ഈ വികാരിത്ത് ആരംഭിച്ചത് 137 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ വിശദാംശങ്ങൾ സൂചിപ്പിച്ചത്. തൊട്ടടുത്തുള്ള ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കല്ലേറ്റുങ്കൽ 1861, ഊരകം 1867, കയ്പമംഗലം 1871, മതിലക 1872, ആളൂർ 1872, ചന്ദ്രപ്പൊന്നി 1895, കുണ്ടൂർ 1897. അങ്ങനെ സൂചിപ്പിക്കുന്ന പള്ളികൾ തൃശ്ശൂർ അതിരൂപതയിൽ കാണുന്ന പള്ളികളിൽ ഏറെ പള്ളികളും ഉണ്ടായത് ഈ 19-ാം നൂറ്റാണ്ടിലാണ്. അതൊരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ശക്തൻ തമ്പുരാൻ നൽകിയ ഒരു ഉത്തേജനമുണ്ട്. അതെല്ലാവർക്കും കാശ് കൊടുത്തിട്ടല്ല, ദിശ കാണിച്ചു കൊടുത്തിട്ടാണ്. ആ ദിശയിലേക്ക് സംരംഭക പാരമ്പര്യമുള്ള നീങ്ങിയപ്പോൾ അതിൽ ചേർന്ന് ചരക്കുകൾ സംഭാവന ചെയ്യാൻ പറ്റുന്നവർ ഉൾപ്രദേശങ്ങളിലേക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി നീങ്ങിയപ്പോൾ പല പ്രദേശങ്ങളിലും മുഖം മാറി, രൂപം മാറി, ധനമുള്ള ഇടങ്ങളായി ക്രൈസ്തവ കേന്ദ്രങ്ങൾ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഡച്ചുകാർ ഏകദേശം 30,000 കിൻഡൽ കുരുമുളകാണ് ഈ കോടശ്ശേരി കൈമളിൻ്റെയും തലാപ്പള്ളി രാജാക്കന്മാരുടെയും മണക്കുളം നമ്പ്യാരുടെയും മാപ്രാണം കൈമളിൻ്റെയും ഒക്കെ അടുത്ത് നിന്ന് ശേഖരിച്ചിരുന്നത്. അപ്പം അത് കാണിക്കുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന കുരുമുളകിൻ്റെ അളവുകളെ കുറിച്ചാണ്. 1887 നമ്മുടെ ഇവിടെ രൂപത ആരംഭിക്കുമ്പോൾ 1,1551 കത്തോലിക്കരാണുള്ളത്. 1888 കലന്താരിയ പ്രകാരം 1,05,551 കത്തോലിക്കരാണ് തൃശ്ശൂരുള്ളത്. 83 ഇടവകളും 122 വൈദികരും 73 സെമിനാരിക്കാരും. അഭിമന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവ് പ്രസംഗിച്ചപ്പോൾ 430 അച്ഛന്മാരിന്നുണ്ടെന്ന് പറയുകയുണ്ടായി. അതിരൂപതയുടെ വിജയമാണ്, രൂപതയുടെ ആത്മീയ കുതിപ്പിൻ്റെ അടയാളമാണ്. അത് കൈയടിച്ച് തന്നെയാണ് നമ്മൾ അഭിനന്ദനം അറിയിക്കേണ്ടത്. 135 വർഷം മുന്നം സെൻറ് തോമസ് കോളേജ് എന്ന പേരിൽ അൽഫോൻസ് മെഡ്ലിക്കോട്ട് പിതാവ് ആരംഭിച്ച്, അന്ന് അദ്ദേഹം പൊന്തിഫിക്ക കോളേജിലെ റെറ്ററിക് പ്രൊഫസറാണ്. ചിറ്റഗോങ് ജനിച്ച വ്യക്തിയാണ്. കൽക്കട്ടയിലാണ് ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ആ പാരമ്പര്യത്തിൽ കോളേജ് ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം സെൻറ് തോമസ് കോളേജ് ആരംഭിക്കുന്നത്. 1892 12 കുട്ടികൾ ഇവിടെയുണ്ട്. സമ്പനേലി എന്ന് പറയുന്ന ഇറ്റാലിയൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ആ കോളേജിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം ജോൺ മേനാശ്ശേരി പിതാവ് വരുമ്പോൾ ഇന്ന് കോളേജിരിക്കുന്ന സ്ഥലത്തുള്ള സൗകര്യം തയ്യാറാക്കുകയും ആ കോളേജ് തുടക്കമിടുകയും ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ സംവിധാനം ചെയ്യുകയുണ്ടായി. 1919 സെൻറ് തോമസ് കോളേജ് ജൂനിയർ കോളേജ് ആരംഭിക്കുകയും 1925 ഡിഗ്രി കോളേജ് ഉയർത്തുകയും ചെയ്തു. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ലോകം മുഴുവൻ ഒന്നാം ലോകമായ യുദ്ധത്തിൽ തകർന്ന് ശിഥിലമായപ്പോൾ തൃശ്ശൂർ ശിഥിലമായില്ലെന്നുള്ളതാണ്. ഇവിടെ കോളേജ് ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ ഇവിടെ ബസിലിക്ക പള്ളി ഉണ്ടാക്കി. അതെല്ലാം ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബാങ്കുകളുടെ നീണ്ട നിരയുണ്ടായത്. ഈ കാർഷിക കേന്ദ്രങ്ങളിലൊഴിയ കാർഷിക മിച്ചങ്ങളെല്ലാം ചാലുകീറി ചിട്ടിക്കുറി സംവിധാനങ്ങളിലൂടെ അത് പള്ളിയോട് കേന്ദ്രീകരിച്ച് ലൂർദ് പള്ളിയിലാണ് നടത്തിയ സംരംഭങ്ങൾ. ഏറ്റവും ആദ്യത്തെ സംരംഭങ്ങളൊന്നും ലൂർദ് പള്ളിയിലാണ്, പിന്നെ കൽതായ പള്ളിയിലുമുണ്ട്. ചിട്ടിക്കുറി മനുഷ്യൻ്റെ കയ്യിൽ മിച്ചം ഇരുന്നാൽ തീർന്നു പോകും, ചെലവുകൾ കൂടും.
അവിടെ തീർന്നു പോകാതിരിക്കാൻ വേണ്ടി ചിട്ടി വഴി കുറി വഴിയും സമാഹരിച്ച ഈ മൈക്രോ മണി ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി സമാഹരിച്ച തുകകൾ പിന്നീട് ഒരു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക്, നെറ്റ്വർക്കിലേക്ക് വഴിതെളിക്കുകയുണ്ടായി. അപ്പം അത് ഈ നാടിൻ്റെ മുഖം മുഴുവൻ മാറ്റുന്നതിന് വലിയ പങ്ക് വഹിച്ചു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. തിരുവല്ലയിൽ ട്രാവൻകൂർ നാഷണൽ കൊയിലോൺ ബാങ്ക് മനോരമയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് തുടങ്ങിയ കാലമാണ് 1920. ചാണ്ടി വൈദ്യൻ്റെ കാലഘട്ടത്തിൽ നേതൃത്വത്തിൽ എടത്തുവയിൽ അമ്പലപ്പുഴ ബാങ്ക് ആരംഭിച്ചു. പക്ഷേ ഇവിടെ ആരംഭിക്കുന്നത് 1918 കാൽഡിയൻ സിറിയൻ ബാങ്ക് തൃശ്ശൂർ ആരംഭിച്ചു. കാൽഡിയൻ ക്രിസ്ത്യൻസ്, നമുക്കറിയാം സമയം 1872 തൊട്ട് 1929 വരെയുള്ള കാലഘട്ടം തൃശ്ശൂർ കത്തോലിക്കരും കൽതായ വിഭാഗം തമ്മിലുള്ള, അല്ലെങ്കിൽ സൂറായി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം തമ്മിലുള്ള സംഘർഷങ്ങൾ പല വിധത്തിലും പല മാനങ്ങളും നടക്കുന്ന സമയമാണ്. മത്സരിച്ചാണ് സമുദായങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സമുദായങ്ങളുടെ ധനം മുഴുവൻ ചാലുകീറിയിട്ട് പ്രൊഡക്റ്റീവ് വെഞ്ചേഴ്സിലേക്ക് അല്ലെങ്കിൽ ശ്രമങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ കത്തോലിക്ക വിഭാഗവും ഇവിടുത്തെ കൽതായ വിഭാഗവും ശ്രമിച്ചത് എന്നുകൂടി അടിവരായിട്ട് പറയാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 1918 കാൽഡിയൻ സിറിയൻ ബാങ്ക് ആരംഭിച്ചപ്പോൾ ചക്കോളസിൻ്റെ നേതൃത്വത്തിൽ കാത്തലിക് സിറിയൻ ബാങ്ക് 1920 ആരംഭിച്ചു തൃശ്ശൂർ. 1929 സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആരംഭിച്ചു. കാത്തലിക് ഓറിയൻ ബാങ്ക് 1922, കാത്തലിക് ബാങ്ക് മലബാർ ബാങ്ക് 1929, ഇന്ത്യൻ ഇൻഷുറൻസ് ബാങ്കിങ് കോർപ്പറേഷൻ 1933, പാലാ സെൻട്രൽ ബാങ്ക് 1929, അത് പാലായിലാണ്, തെക്കാണ്. ഫോർവേഡ് ബാങ്ക് 1929, ഫെഡറൽ ബാങ്ക് 1931, ഓറിയൻ സെൻട്രൽ ബാങ്ക് ട്രാവൻകൂർ. ഈ ബാങ്കുകളെല്ലാം ഇങ്ങനെ ക്രൈസ്തവ ഉൽപാദന കേന്ദ്രങ്ങളെ കാർഷിക ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കേണ്ട മിച്ചം ചാലുകീറി വെട്ടപ്പെട്ടതുകൊണ്ട്, തിരിക്കപ്പെട്ടതുകൊണ്ട് ആ മിച്ചം കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ബാങ്കുകളോ അല്ലെങ്കിൽ അവിടുത്തെ ക്രയവിക്രയം അവരുടെ ധനം കൊണ്ടോ സംഭവിച്ചതാണ്. അപ്പോൾ ക്രൈസ്തവ പങ്കാളിത്തം, സംഭാവന ബാങ്കിങ് മേഖലയിൽ വലിയതായി നൽകുകയുണ്ടായി. മുമ്പിൽ നിൽക്കുന്നത് തൃശ്ശൂരാണ് എന്ന് എടുത്തു പറയാൻ ആശിക്കുകയാണ്. ഇതെടുത്തു പറയാൻ കാരണം ഇത് കണക്ക് വെച്ചാൽ പറയണേ, 1953 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റേർഡ് ബാങ്ക് ഉണ്ടായിരുന്നത് കൽക്കട്ടയിലാണ്, 21 ബാങ്കാണ്. രണ്ടാം സ്ഥാനത്ത് രജിസ്റ്റേർഡ് ബാങ്ക്, രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിൽക്കുന്നത് തൃശ്ശൂരാണ്, 19 ബാങ്കുകൾ. ഞാൻ പറഞ്ഞത് ഈ നാടിൻ്റെ ഇന്നലെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇന്ന് കുതിക്കണമെന്നും ഇരുന്നിടത്ത് ഇരിക്കരുതെന്നും ആവശ്യത്തിന് പോകണമെന്നും ആ ഇന്നലകളിലേക്ക് തന്നെ എത്തത്തക്ക വിധത്തിൽ കുതിപ്പ് നടത്തണമെന്നൊക്കെ നമുക്ക് തോന്നുക. ഒരു കാലത്ത് കേരളത്തിലെ ബാങ്കിങ് സെക്ടർ മുഴുവൻ തൃശ്ശൂരുകാരുടെ കയ്യിലായിരുന്നു. അത് ഇനിയും ഭാഗ്യം പൂരിപ്പിക്കുന്നില്ല. നേടിയെടുക്കുകയും വീണ്ടെടുക്കുകയും അത് കൈ നഷ്ടം വരെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഓർമ്മപ്പെടുത്താനായിട്ടാണ്. ഇത്രയും ബാങ്കുകൾ തുടങ്ങിയ സിംഹഭാഗം ബാങ്കുകളും ഒന്നാം ലോകമായ യുദ്ധം കഴിഞ്ഞ ഘട്ടം, ലോകം മുഴുവൻ പട്ടിണിയായ ഘട്ടം, 2 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് 1929 ലോകത്തെ മുഴുവൻ പിടിച്ചു ഉലച്ച സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ മധ്യേ, അല്ലെങ്കിൽ രണ്ടാം ലോകമായ യുദ്ധം, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യേ തൃശ്ശൂർ കുലുങ്ങിയില്ല എന്നതാണ് അതിന് കാരണം. ഇവിടുത്തെ സാമ്പത്തിക ഭദ്രതയാണ്. ആ സാമ്പത്തിക ഭദ്രത ഒഴുകി കൂടി എത്തിയത് ഈ കാർഷിക ഗ്രാമങ്ങളിൽ നിന്നാണ്. കാർഷിക ഗ്രാമങ്ങളിൽ അധ്വാനിച്ചവരുടെ അധ്വാനം മുഴുവൻ ചാലുകീറി ചിട്ടിയും കുറിയുമായിട്ട് തിരിച്ചുവിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഫലമായിട്ട് ഈ വളരെ വേഗം ഈ പ്രദേശം അറിവിൻ്റെ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു നിലയായി ഇതിലേക്ക് എത്തുകയുണ്ടായി. 1901 1995 10 ഇംഗ്ലീഷ് സ്കൂളുകളാണ് തൃശ്ശൂർ വികാരിയത്തിലുണ്ടായിരുന്നത്. 150 വെർണാക്കുലർ സ്കൂളുകളും. 1894 ഈ സ്കൂളുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. 1905 എറണാകുളം വിഭജിച്ചു പോയതിനു ശേഷം 1998 കത്തോലിക്കനാണ് തൃശ്ശൂർ വികാരിയത്തിലുണ്ടായിരുന്നത്.
അതിന് പിന്നീട് ആ എണ്ണം നമ്മൾ വളരെ വേഗം ഈ കോളേജ് വന്നതോടുകൂടി സെൻറ് തോമസ് സ്കൂൾ വന്നതോടുകൂടി ഒക്കെ വികസിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഈ വിദ്യാഭ്യാസത്തിന് നമ്മുടെ മേനാശ്ശേരി പിതാവ് കൊടുത്ത ഊന്നൽ. രണ്ടാമത് സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജറായി 1909 തൊട്ട് സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് 1921 തൊട്ട് അദ്ദേഹം ബിഷപ്പാണ്. അദ്ദേഹം കൊടുത്ത ദിശാബോധം, അതിനുശേഷം അഭിമന്യ ആലപ്പാട്ട് പിതാവും പിന്നീട് കുണ്ടുകുളം പിതാവും അതിനുശേഷം ജേക്കബ് തുങ്കഴി പിതാവും ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തെ പിതാവും ടോണി പിതാവും കൂടെ കൊടുക്കുന്ന ദിശാബോധമാണ് ഈ തൃശ്ശൂർ അതിരൂപതയിൽ വളരെ ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റി. ഇന്ന് എവിടെ ചെന്നാലും തൃശ്ശൂരുകാരെ കാണാം. ഉയർന്ന പൊസിഷനിലും ഉയർന്ന കച്ചവടക്കാരായിട്ട് നിൽക്കാൻ കാരണം അതിനടിത്തറ ഈ സ്കൂളുകളും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. അത് ഈ ചെറിയ കുടുംബങ്ങളെയും ചില വ്യക്തികളെ മാത്രമല്ല സ്വാധീനിച്ച് ഒത്തിരി പേരിലേക്ക് സോഷ്യൽ സ്റ്റാറ്റസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യൽ അപ്വേർഡ് മൊബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനങ്ങൾ പങ്കുവഹിച്ചു എന്ന് എടുത്തു പറയാൻ ആശിക്കുകയാണ്. ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. 1937 1,63,752 കത്തോലിക്കരാണ് തൃശ്ശൂർ രൂപതയിലുള്ള. 7 ഇംഗ്ലീഷ് സ്കൂളുകളും 26 ലോവർ സെക്കൻഡറി സ്കൂളുകളും 15 പ്രൈമറി സ്കൂളുകളും 107 വെർണാക്കുലർ സ്കൂളുകളും, അങ്ങനെ 22,952 ആൺകുട്ടികളാണ് പഠിച്ചിരുന്നത്. 22,952. 18,835 പെൺകുട്ടികളാണ് പഠിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 40,000 മീതെ കുട്ടികൾ പഠിച്ചിരുന്നു എന്നർത്ഥം. 25% പേര് അന്ന് വിദ്യ അഭ്യസിച്ചിരുന്നു എന്നാണ്. 1,63,752 കത്തോലിക്കരുള്ളതിൽ 40,000-ലേറെ കുട്ടികൾ അന്ന് വിദ്യാഭ്യാസം നേടിയിരുന്നതാണ്. അതൊരു ഈ ഇൻഡെക്സ് കാണിക്കണേ. ഒന്ന്, ജെൻഡർ ഇക്വിറ്റി കാണിക്കുന്നുണ്ട്, കാരണം പക്ഷം പിടിച്ചിട്ടില്ല, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഒഴിവാക്കിയിട്ടില്ല. 2, വിദ്യാഭ്യാസം കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തിക ഭദ്രത ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ ജനന മരണ നിരക്കുകൾ, വിദ്യാഭ്യാസ കിട്ടുന്നതിൻ്റെ അളവുകൾ, അതിൻ്റെ റേഷ്യോ, ആൺപെൺ റേഷ്യോകൾ, ഇതെല്ലാം എക്കണോമിക് പ്രോസ്പെരിറ്റി അളക്കുന്ന ഇൻഡിക്കേറ്ററുകളാണ്. ഈ ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടാണ് ഈ നാട് സാമ്പത്തിക പ്രതിസന്ധി മധ്യേ പിടിച്ചു നിന്നുവെന്നും ഈ നാടിൻ്റെ കരുത്ത് ഇവരായി മാറിയെന്നും പറയാൻ ആശിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സെൻറ് തോമസ് കോളേജ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകൾ, ഈ സ്കൂളുകളിൽ നിന്നെല്ലാം പഠിച്ചവരാണ് ഒരു കാലത്ത് തൃശ്ശൂരിലെ മാത്രമല്ല ഇന്ത്യയുടെ കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയം നിശ്ചയിച്ചിരുന്നതാണ്. 1898 ട്രാവൻകൂർ കൊച്ചിൻ ക്രിസ്ത്യൻ ആക്ഷൻ കൗൺസിൽ തുടങ്ങി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ 1921 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റും, അതായത് തുർക്കിയിലെ ഖലീഫ സ്ഥാനം ഇല്ലാണ്ടാക്കിയതിൽ അതിൽ പ്രതിഷേധിച്ച ബ്രിട്ടീഷുകാരെ ഇല്ലാണ്ടാക്കിയത് നിസ്സഹകരണ സമരവും ഖിലാഫത്ത് സമരവും ഒരുമിച്ച് കൂട്ടി. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലെ ഈഴവരും ക്രൈസ്തവരും ഈ നീക്കത്തിനെതിരായിട്ട് സമരം ചെയ്യുകയാണ് തൃശ്ശൂർ 1921. ആ അവസ്ഥ മാറുന്നത് 1927 ഗാന്ധിജി തൃശ്ശൂർ വരുമ്പോഴാണ്. തൃശ്ശൂർ വന്നതിന് ശേഷം ഇവിടുത്തെ ക്രൈസ്തവര് സ്വാതന്ത്ര്യ സമര ശ്രമങ്ങളിൽ, സംരംഭങ്ങളിൽ, ദേശീയ പ്രസ്ഥാനങ്ങളിൽ മുൻനിരയിൽ എത്താൻ തുടങ്ങി എന്നുള്ളതാണ്. 1927 ഗാന്ധിജി വരുന്നത്. ആ സമയത്ത് ഇവിടുത്തെ അധ്യാപകരിൽ ഒരാൾ, സെൻറ് തോമസിലെ അധ്യാപകർ ഒരാൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാർത്ഥികൾ ഒരാൾ EMS ആണ്. 1930, 31, 32 വർഷങ്ങളിൽ EMS ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ഇവരൊക്കെ പിന്നീട് ഈ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്ന നിർണായക വ്യക്തികളായി മാറി എന്നുള്ളതാണ്. 1936 ശങ്കുണ്ടി ചെട്ടി എന്ന് പറയുന്ന കൊച്ചി രാജ്യത്തിൻ്റെ ദിവാൻ ഒരു കൽപ്പനയിട്ടു. തൃശ്ശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ അതിൽ ലൈസൻസ് റദ്ദ് ചെയ്തു. എൻ്റെ ലൈസൻസ് ചാന്ദ്രിയൻ കമ്പനി മദ്രാസിന് കൈമാറുകയുണ്ടായി. തദ്ദേശീയ മുതലാളിമാർ, അതായത് തൃശ്ശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷനിൽ നിന്ന് മദ്രാസിലുള്ള ചാന്ദ്രി കമ്പനിക്ക് കൈമാറിയപ്പോൾ നടന്ന സമരമായിട്ടാണ് EMS അതിനെ വിശേഷിപ്പിക്കുക.
ഏതായാലും ഈ സമര പരമ്പരകൾ കുറെ ക്രൈസ്തവരെ ദേശീയ സമരത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുകയുണ്ടായി. അതിൽ മുഖ്യ പങ്ക് വന്നവരിൽ MK ദേവസ്യ, CR ഇയുണ്ണി, ചാലക്കൽ റപ്പായി ഇയുണ്ണി എന്ന് പറയുന്ന വ്യക്തി, C ഔസേപ്പ്, ജോർജ് ചടയമുറി തുടങ്ങിയ നേതാക്കന്മാർ മുന്നോട്ട് വരികയും 1936 അവർ കൊച്ചിൻ കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ കൊച്ചിൻ കോൺഗ്രസും പിന്നീട് വന്ന കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും കൂടിയാണ് പിന്നീട് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. പക്ഷേ ഈ കോൺഗ്രസുകളിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയില്ല എന്ന് കണ്ടുകൊണ്ട് അവർ നടത്തിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം ആരംഭിക്കുകയാണ് 1941. അതിനകത്ത് മണികണ്ഠനാത്താറ ഇരിഞ്ഞാലക്കുടയാണ് ആരംഭിക്കുന്നത്. പക്ഷേ മുമ്പിൽ നിൽക്കുന്നത് ഫ്രാൻസിസ് തോട്ടുങ്കൽ, വി ആർ കൃഷ്ണ എഴുത്തച്ഛൻ, കെ കുട്ടൻ നായർ, എസ് നീലകണ്ഠ അയ്യർ, CR ഇയുണ്ണി, CA ഔസേപ്പ്, മേരി ജോർജ്, ചെറിയാൻ മാഞ്ഞൂരാൻ, മത്തായി മാഞ്ഞൂരാൻ തുടങ്ങിയവരാണ്. ഈ ക്രിസ്ത്യൻ നേതാക്കന്മാരാണ് ഈ കൊച്ചി രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കന്മാരായിട്ട് പിന്നീട് മാറിയതും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഈ ജനസമൂഹത്തെ മാറ്റിയതും എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. 1949 ഈ കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം കോൺഗ്രസിൽ ലയിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ജോസഫ് മുണ്ടശ്ശേരിയും CR ഇയുണ്ണിയും പിന്നീട് മന്ത്രിമാരായി. ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഐക്യ കേരളം എന്ന ആശയം 1947-40 വരുമ്പോൾ അതിനെക്കുറിച്ച് സിമ്പോസിയങ്ങൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലും ഈ സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. ഐക്യകേരളം ആവശ്യമാണെന്ന് ജനസമൂഹത്തിലേക്ക് എത്തിക്കത്തക്ക വിധത്തിൽ ഒരു രാഷ്ട്രീയ വികാരം, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വഴിത്തിരിവാകുന്ന ചിന്തകൾ ഇവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. 956 ഐക്യകേരളം രൂപപ്പെട്ടു വരുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ പാൻ കേരള സ്റ്റേറ്റ് ഹുഡ് ഇവിടെ കിട്ടുന്നത് 1956. 56 മന്ത്രിസഭയിൽ നേതൃത്വം വഹിച്ചത് തൃശ്ശൂർ പൊളിറ്റീഷ്യൻസാണ്, തൃശ്ശൂരിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. EMS മുഖ്യമന്ത്രിയായി, അദ്ദേഹം സെൻറ് തോമസ് കോളേജിൽ പഠിച്ച വ്യക്തിയാണ്. ഈ പ്രദേശത്തിൻ്റെ സംസ്കാരം മുഴുവൻ ആവഹിച്ചെടുത്ത വ്യക്തിയാണ് EMS മുഖ്യമന്ത്രി. C അച്യുതമേനോൻ, അദ്ദേഹം സെൻറ് തോമസിൽ പഠിച്ച വ്യക്തിയാണ്, അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററായി. ജോസഫ് മുണ്ടശ്ശേരി സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. PK ചാത്തൻ മാസ്റ്റർ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുനിന്ന് ജയിച്ചു വന്ന വ്യക്തി, അദ്ദേഹം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മിനിസ്റ്ററായി. അപ്പോൾ AR മേനോൻ മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, ആരോഗ്യ വകുപ്പ് മന്ത്രിയായ. ഈ 5 പേര് ഇത്രയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നിർണായക തീരുമാനം എടുക്കുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യ തൃശ്ശൂർ സംസ്കാരത്തിൽ നിന്ന് രാഷ്ട്രീയ സംസ്കാരത്തിൽ പോയതാണെന്ന് ഞാൻ സൂചിപ്പിച്ച്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഒരു കാലത്ത് ഈ നാടിനെ നയിച്ച് സാമ്പത്തികമായിട്ടാണെങ്കിലും കാർഷികമായിട്ടാണെങ്കിലും ബാങ്കിങ് മേഖലയിലാണെങ്കിലും ഉൽപ്പാദന മേഖലയിലാണെങ്കിലും കലാമേഖലയിലാണെങ്കിലും മുമ്പിൽ നയിച്ചതിൽ ക്രൈസ്തവർ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ക്രൈസ്തവരുടെ മാത്രം നിന്നതല്ല, ഒരു സമൂഹത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും അതുവഴി ഒരു നാടിൻ്റെ ഗതി മുഴുവൻ മാറുകയും ചെയ്യുന്ന വിധത്തിൽ സംഭവിച്ചെന്നുള്ളതാണ്. 1951 തൊട്ട് വടക്കൻ കമ്മ്യൂണിസ്റ്റിനെതിരായിട്ട് യുദ്ധം വെട്ടി എഴുത്ത് നടത്തി 1956 പട്ടത്തിന് ശേഷം മുൻനിരയിൽ നിന്ന് ഈ വിമോചന സമരത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് താഴെയിറക്കി എന്നുള്ള ചരിത്രം തന്നെയാണ്. പക്ഷേ പിന്നീട് വില്ലിംഗ്ടണിനോടും AKGയോടൊക്കെ ചേർന്ന് അദ്ദേഹം ചില സമരങ്ങളൊക്കെ പങ്കാളിയായി എന്നുള്ള മറ്റു വസ്തുതയാണ്. എന്നാൽ ഞാൻ സൂചിപ്പിക്കാൻ ആശിക്കുന്നത്, ഈ നാടിൻ്റെ മുഖം മാറ്റുന്നതിൽ, ഈ പ്രദേശം മനുഷ്യന് കൂടുതൽ വസിക്കാവുന്ന വിധത്തിൽ സുന്ദരമാക്കിയതിൽ, ഇവിടുത്തെ സാമൂഹിക അനീതി മാറ്റുന്നതിൽ, ജീവിതം എളുപ്പമാക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് തൃശ്ശൂർ ക്രൈസ്തവ വഹിച്ച പങ്കിനെക്കുറിച്ചാണ്. അതിനോട് ചേർന്ന് ഒരു വലിയ ജനവ്യൂഹം നേതൃവ്യൂഹം പങ്കുചേർന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ മാത്രമല്ല കേരളം മുഴുവൻ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ നല്ല പ്രതിഭാശാലികളായ സംഗീതന്മാരുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, ഔസേപ്പച്ചനുണ്ട്, ജോൺസണുണ്ട്, അങ്ങനെ ധാരാളം പേരുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം അതിരൂപത ദിനത്തിലെങ്കിലും ഓർക്കണം, നമ്മുടെ ഇന്നലകളിൽ ഈ നാടിന് മുഴുവൻ സ്പർശിച്ചവരും ഈ നാടിന് മുഴുവൻ ദിശാബോധം കൊടുക്കുകയും ഈ നാട് നയിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരും സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ പ്രതിഭകളും അധ്യാപക വിദഗ്ധരും ഈ നാട്ടിലുണ്ടായിരുന്നു. ഇനി ആ ബാറ്റിനെടുക്കേണ്ട ഞങ്ങളാണെന്ന് അഭിവന്യ പിതാവ് ആൻഡ്രൂസ് താഴത്തെ പിതാവ് പള്ളിയിലെ പ്രസംഗ മധ്യയും ഇവിടെയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊറ്റ കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ പിതാവായ അഭിവന്യ മേലധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ
ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ നേതൃത്വത്തിൽ, മാർ ജേക്കബ് തുങ്കുഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ, മാർ ടോണി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ കുടുംബം ഒരുമിച്ച് കൂടുകയാണ്. ആഘോഷിക്കാനും ആഹ്ലാദം പങ്കിടാനും ദൈവത്തിന് നന്ദി പറയാനും ഇനി പുതിയ കുടിത്തിപ്പ് നടത്താനും പുതിയ വഴികൾ വെട്ടാനും പുതിയ ദിശയിലേക്ക് തിരിയാനുമൊക്കെ അതിനെല്ലാം കാരണമാകട്ടെ. ഞാൻ എൻ്റെ ഹ്രസ്വമായ അവതരണത്തിലൂടെ ഈ തൃശ്ശൂർ എന്തായിരുന്നു സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പോകുന്ന വഴിക്കൊന്നും നമ്മുടെ പൂർവികർ തോമാശ്രീയെന്ന് കൊണ്ടുവന്ന വിശ്വാസത്തിൻ്റെ ആ ദീപശിഖ കെട്ടുപോകാതെ താഴെ വീഴാതെ അവർ കൊണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ ആവേശോജ്ജരായ ക്രൈസ്തവരായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. അത് കച്ചവട മേഖലയിലായാലും, അത് രാഷ്ട്രീയത്തിലായാലും, അത് സാമൂഹ്യ മേഖലയായാലും, വിദ്യാഭ്യാസ മേഖലയിലായാലും. ആ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ് തോമാശ്രീയാണ്. അദ്ദേഹത്തിന് മേടിച്ച ആവേശമാണ്, ആ വിശ്വാസ തീഷ്ണതയാണ് നമ്മളെ ചലിപ്പിക്കുന്നതും ജ്വലിപ്പിക്കുന്നതും. അത് ഇനിയും തുടരുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇത് ചരിത്രം, ഞാനിത് മനസ്സിലാക്കി വല്ലപ്പോഴൊക്കെ ഇതിൽ കൂടെ വന്നിട്ടുള്ളൂ. പല സ്ഥലങ്ങളും എൻ്റെ ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചതാണ്. പക്ഷേ രേഖകളിൽ നിന്ന് കണ്ട വിവരം വെച്ചാണ് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ അവതരണത്തിൽ എന്തെങ്കിലും ആവേശം തോന്നിയാൽ കുതിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം ദൈവം തന്നതായിട്ട് സ്വീകരിക്കുക. അതിരൂപത ദിനത്തിൽ പുതിയ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് പുതിയ ലക്ഷ്യങ്ങളിലേക്ക്, പുതിയ ഉയരങ്ങളിലേക്ക് അതിരൂപത നീങ്ങാനായിട്ട് അഭിനന്ദമാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെയും അഭിനന്ദമാർ ജേക്കബ് തുങ്കുഴി പിതാവിൻ്റെയും മാർ ടോണി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി പ്രതിജ്ഞ എടുക്കുമ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് എല്ലാ വിജയങ്ങൾ ആശംസിക്കാനും പ്രാർത്ഥന മംഗളങ്ങൾ നേരാനാണ്. അത് മാത്രമേ സാധിക്കൂ. അതെല്ലാം ഞാൻ ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം എന്നെ വിളിച്ച് നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഒരു മുഖ്യാതിഥിയായി വന്ന് ഒരു അതിരൂപത ദിനത്തിൽ സന്ദേശം നൽകാൻ യോഗ്യനൊന്നുമല്ല. പക്ഷേ എന്നെ വിളിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അഭിനന്ദ പിതാക്കന്മാർ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവസാനം. താങ്ക് യു.